Hello friends, welcome back to the channel Emporio Academy. Myself Arun Kumar. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഇൻകംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു എക്സ്പെൻസുകളെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന്റെ ഒരു കൺസെപ്റ്റും അതേപോലെ തന്നെ ആ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരു 5 to 6 എക്സാമ്പിൾസ് മാത്രമാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ വരുന്നത്. ഒട്ടും നേരം വൈകാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഇൻകം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സെഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ വീഡിയോ നമ്പർ വീഡിയോ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ടേംസ് ആൻഡ് ടെർമിനോളജീസ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻകംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസിന് ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, നമ്മൾ നേരിട്ട് ഇതിലേക്ക് പോവാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസിന്റെ റെക്കോർഡിംഗിലേക്കാണ് ഞാൻ ഇതിൽ നിന്ന് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ് ആയി തന്നെ മനസ്സിലാക്കാം. ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇൻകംസ് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസ് അറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു ഇൻകം ഇവിടെ എടുക്കുന്നത് ഒരു റെന്റ് എന്നുള്ളതാണ്. ഞാൻ ഇവിടുത്തെ ഒരു ഇൻകം എടുക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട നമ്മൾ നോക്കുക, ഇൻകം അതർ ദാൻ സെയിൽസ് ആണ്. സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻട്രീസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു സെയിൽ ഓഫ് ഗുഡ്സ്, ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്, ഇതിന് മുമ്പെയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ചാനലിന്റെ അല്ലെങ്കിൽ ആ ക്ലാസിന്റെ ലിങ്ക് നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോയി വ്യൂ ചെയ്യുക. ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഏതുമായി ബന്ധപ്പെട്ടത്, അസറ്റ്സുമായി ബന്ധപ്പെട്ട സെയിൽ ഓഫ് അസറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇവിടെ സെയിൽസ് അല്ലാതെ വരുന്ന നമ്മളുടെ മറ്റു വരുമാനങ്ങൾ, ബിസിനസ് വരുന്ന മറ്റു വരുമാനങ്ങൾ, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരിക്കാം, ഒരു റൂം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ബിൽഡിങ്ങോ റൂമോ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു പാർട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റെന്റ് കൊടുത്തിട്ടുണ്ടാകും, വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാകാം. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വാടക അത് നമ്മളുടെ ബിസിനസിന് ഇൻകം ആണ്. നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കമ്മീഷൻസ് റിസീവ് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ അങ്ങനെ കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു ഇൻകം ആണ്. അപ്പം ഈ രീതിയിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻകംസ് ഉണ്ട്. ഡയറക്റ്റ് ഇൻകംസ് ഉണ്ടാകാം, ഇൻഡയറക്റ്റ് ഇൻകംസ് ഉണ്ടാകാം. അപ്പൊ മെയിൻ ആയിട്ട് അതിൽ വരുന്ന ഡയറക്റ്റ് ഇൻകം ആണ് ഇത് സെയിൽസ്. അപ്പൊ ഈ സെയിൽസിന്റെമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള രീതിയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഏതാണ്, റെന്റ് എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ നിലവിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റെന്റ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ മാർച്ച് 2024, ഈ മാസം മാർച്ച് 2024 ഞാൻ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വാടക റിസീവ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു, റെന്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് മാർച്ചിലെ റെന്റ് എന്ന് തന്നെ റിസീവ് ചെയ്യുന്നു, എനിക്ക് മാർച്ചിൽ തന്നെ എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് എന്താ ട്രീറ്റ് ചെയ്യാം, എന്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, എനിക്കത് ഇൻകം ആണെങ്കിൽ എന്റെ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നു, ക്യാഷ് ഇൻക്രീസ് ആവണം. ക്യാഷ് എന്താണ്, ഒരു അസറ്റ് ആണ് അല്ലെ. അപ്പൊ ക്യാഷ് എന്താണ്, ഇൻക്രീസ് ആവാണ്. അല്ലെങ്കിൽ അത് എനിക്ക് എന്താകാം, ബാങ്കിലേക്ക് ചെക്ക് മുഖാന്തരമായിരിക്കും കിട്ടുന്നത്. അപ്പൊ അവിടെയും ക്യാഷ് എനിക്ക് എന്താണെങ്കിലും ബാങ്ക് എന്താണ്, എനിക്ക് അസറ്റ് ആണ്, അവിടെ എന്താണ്, അസറ്റ് ഇൻക്രീസ് ആവുകയാണ്. ഓക്കെ, അപ്പം ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ മാസത്തെ ഇൻകം അല്ലെങ്കിൽ റെന്റ്, ആ ഇൻകം എനിക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകത്തെ ഞാൻ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യും. ആ റെന്റ് ഞാൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതിന് ഞാൻ അത് ഏത് രീതിയിലാണ് എനിക്ക് കിട്ടുന്നത്, ഒന്നുകിൽ എനിക്കത് കിട്ടുന്ന ഏത് രീതിയിലായിരിക്കും, ക്യാഷ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും, ബാങ്കിലേക്കായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ, മാർച്ച് മാസത്തെ എന്റെ വരുമാനം, അതായത് ബിസിനസിന്റെ ഇൻകം ഞാൻ എന്ത് ചെയ്യുന്നില്ല, റിസീവ് ചെയ്യുന്നില്ല. മാർച്ച് മാസം തരേണ്ടിയിരുന്ന റെന്റ് എനിക്ക് എന്താകുന്നില്ല, കിട്ടുന്നില്ല. അത് നോട്ട് റിസീവ്ഡ് ആണ്. ഈ റെന്റ് ഓഫ് മാർച്ച് ഈസ് നോട്ട് റിസീവ്ഡ്, അതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ ഞാൻ പറയുന്ന പേര് എന്തായിരിക്കും, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. എന്താണ് അതിന് പറയാം, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. എന്താണ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് എന്റെ ഇൻകം ഞാൻ ഏൺ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ അത് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, എന്റെ കൈവശം കിട്ടിയിട്ടില്ല. ക്ലിയർ ആണല്ലോ. ഇപ്പൊ ചില സർവീസുകളൊക്കെ അങ്ങനെയാണ്. കാരണം സർവീസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാകാം, സർവീസ് കൊടുത്തു കഴിഞ്ഞ ശേഷം ആ പണം നമുക്ക് എന്ത് ചെയ്യണം, കയ്യിലേക്ക് കിട്ടണം.
അതിനാണ് നമ്മൾ എന്ത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇപ്പൊ ഈ റെന്റ് ഞാൻ എന്ത് ചെയ്യുന്നു, റെന്റ് നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും ഉണ്ടാവുക, നമ്മളൊരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ആ മാസത്തെ റെന്റ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഓണർക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ എന്റെ ബിൽഡിംഗ് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് വാടകയ്ക്ക് കൊടുത്തു, ഒരു മാസം കഴിയുന്ന സമയത്താണ് എനിക്ക് വാടക റിസീവ് ചെയ്യുക. ആ വാടക റിസീവ് ചെയ്യാൻ ചെയ്തിട്ടില്ലെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്, കഴിഞ്ഞ മാസം അതായത് ഈ മാസം കൊടുത്തതിന്റെ പൈസ ഞാൻ സർവീസ് കൊടുത്തു, പക്ഷെ ആ ഇൻകം എന്ത് ചെയ്തിട്ടില്ല, ഞാൻ റിസീവ് ചെയ്തിട്ടില്ല. ഇൻകം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഏൺ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കൊടുക്കേണ്ട സർവീസ് കൊടുത്തു, പക്ഷെ ആ ഇൻകം എന്റെ കയ്യിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കൊടുക്കേണ്ട സർവീസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ ഇൻകം എന്റെ കയ്യിലേക്ക് എന്തില്ല, വന്നിട്ടില്ല. ഇപ്പൊ മറ്റൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ഒരു മോട്ടോർ സൈക്കിൾ റിപ്പയറിംഗ്, ഈ റിപ്പയർ ഷോപ്സിലൊക്കെ നടക്കുന്ന എന്തിനാ ഈ പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് എന്താ, മോട്ടോർ നമ്മളുടെ ബൈക്കുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ റിപ്പയറിന് വേണ്ടി കൊടുക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, അത് റിപ്പയർ ചെയ്ത് വെക്കുന്നു അല്ലെ, സർവീസ് ചെയ്ത് കഴിഞ്ഞു, അവരവരുടെ സർവീസ് ചെയ്ത് കഴിഞ്ഞു. അതായത് അവരെന്ത് ചെയ്തു, ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അവരുടെ കയ്യിൽ കിട്ടിയോ ഇല്ല. നമ്മൾ എപ്പോഴാണോ പൈസ കൊണ്ടേ കൊടുക്കുന്നത് അപ്പോഴാണ് അവർക്ക് അത് എന്താവുന്നത്, റിസീവ് ആകുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഞാനത് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഞാൻ ആ ഇൻകം റിസീവ് ചെയ്തിട്ടില്ല എന്ത് സംഭവിക്കും, എനിക്ക് എന്താ സംഭവിക്കുക, റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് എന്താ പറയാ, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഓക്കെ, അപ്പം ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് എന്താണ്, അതൊരു ഇൻകം ആണോ, അല്ലെങ്കിൽ അതൊരു അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ അത് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യോ, എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം നമുക്ക് കിട്ടാനുള്ളതാണ് എപ്പോഴും എന്താണ്, അത് ഒരു അസറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് നമ്മൾ പറയുന്ന പേരെന്താണ്, അക്രൂഡ് ഇൻകം. എന്താ പറയാ, അക്രൂഡ് ഇൻകം. കിട്ടാനുള്ള വരുമാനം. ഓക്കെ, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അതായത് അക്രൂഡ് ഇൻകം, അത് നമുക്ക് എന്താണ് എപ്പോഴും അതൊരു അസറ്റ് ആണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, മാർച്ചിൽ നമ്മൾ കിട്ടേണ്ട റെന്റ് ആയിരുന്നു, പക്ഷെ നമ്മളുടെ വാടകക്കാരൻ, നമ്മളുടെ ടെനന്റ് എന്ത് ചെയ്തു, നമുക്കത് എന്ത് ചെയ്തു, മുൻകൂട്ടി തന്നു. അതായത് റെന്റ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് റിസീവ്ഡ് ഇൻ ജനുവരി മാസം ആയപ്പോ തന്നെ നമ്മളുടെ വാടക തരുന്ന ആള് പറഞ്ഞു, എന്റെ കയ്യിൽ കുറച്ച് അധികം പൈസ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മാർച്ചിലെ വാടക കൂടി ഞാൻ എന്ത് ചെയ്യാണ്, മുൻകൂട്ടി തരിക, നിങ്ങൾ കൈവശം വെച്ചോ. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ്, റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. നമ്മൾക്ക് മുൻകൂട്ടി റെന്റ് കിട്ടി, അഡ്വാൻസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, റെന്റ് കിട്ടി. പക്ഷെ നമ്മൾ അതിന്റെ സർവീസ് കൊടുത്തിട്ടുണ്ടോ, ഇല്ല. അതിന് സർവീസ് ഇനി കൊടുക്കാൻ നമുക്ക് ബാധ്യതയാണ് അല്ലെ. ആ സർവീസ് ഇനി നമ്മൾ കൊടുത്തേ പറ്റൂ. ഇനി നമ്മൾ എന്ത് തന്നെയായാലും, കാരണം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർച്ചിലെ റെന്റ് കൂടി തന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാർച്ച് മാസവും ഇയാൾക്ക് ഈ ബിൽഡിംഗ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ റൂം എന്ത് ചെയ്യണം, വാടകയ്ക്ക് കൊടുത്തേ പറ്റൂ, റെന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റെന്റ് റിസീവ് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തു. അങ്ങനെ ആകുന്ന സമയത്ത്, അങ്ങനെ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്, അതൊരു ലയബിലിറ്റി ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. റെന്റ് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്താൽ, അതായത് റെന്റ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മളിവിടെ ഏതാ ടോപ്പിക് പഠിക്കുന്നത്, ഇവിടെ ഇൻകംസ് ആണ്. ഓക്കെ, ഇൻകം ആണ്. റെന്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കരുത്. ഇവിടെ റെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇൻകം ആയിട്ടാണ്. അതായത് റെന്റ് റിസീവ്ഡ് ആണെന്ന് എപ്പോഴും ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പം റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് എന്താണ്, അതൊരു ലയബിലിറ്റി ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മളുടെ എന്താ കിട്ടിയത്, നമുക്ക് ഇൻകം റിസീവ് ചെയ്ത് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്താൽ എന്താണ്, നമുക്ക് ലയബിലിറ്റി ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇതൊന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. ഇൻകം റിസീവ്ഡ് അല്ലെ. നമുക്ക് ഇവിടെ നോക്കുക, ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്താ, എങ്ങനെയാണ് ഉണ്ടാവുക, ക്യാഷ് ആയിട്ടോ ചെക്ക് ആയിട്ടോ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യും, ഇൻകം ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് കൺസിഡർ ചെയ്യാം. ഇൻകം റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിസീവ്ഡ്, അതിന് നമ്മൾ എന്താ പറയാ, അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. അപ്പൊ അവിടെ ഒന്നുകിൽ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാകില്ല. ഏത് സിറ്റുവേഷനും ആയിക്കോട്ടെ, അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, എന്താണ് നമുക്ക് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്താണ്, അതൊരു അസറ്റ് ആണ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് എന്താണ്, അതൊരു ലയബിലിറ്റി കൂടിയും ആണ്. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകവുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. അതിനു മുന്നേ ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, എന്തായിരുന്നു നമ്മുടെ മോഡേൺ റൂൾ, LIC ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം,
AE ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തതാണ്, ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. LIC മീൻസ് ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ, AE മീൻസ് അസറ്റ് ആൻഡ് എക്സ്പെൻസ്. ഓക്കെ, LIC ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. AE ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. AE മീൻസ് അസറ്റ് ആൻഡ് എക്സ്പെൻസ്, ഡിക്രീസ് ആയി എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം ഇല്ലസ്ട്രേഷൻ നമ്പർ 1. റെന്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്. റെന്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്, റെന്റ് നമ്മൾ റിസീവ് ചെയ്തു, ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടി എന്നാണ് റെന്റ് റിസീവ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ അക്കൗണ്ട് അവിടെ ഉള്ളത്? ഒന്ന് ഏതാണ്, ക്യാഷ് അക്കൗണ്ട് ആണ്. മറ്റൊന്ന് ഏതാണ്, റെന്റ് ആണ്, നമ്മളുടെ ഇൻകം ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യാഷ് എന്താണ്, നമുക്ക് അസറ്റ് ആണ്. റെന്റ് എന്താണ്, നമുക്ക് ഇൻകം ആണ്. അസറ്റ് എന്താവാണ്, ഇൻക്രീസ് ആണ്. കാരണം എന്താ, റെന്റ് റിസീവ് ചെയ്തു, ക്യാഷ് കിട്ടി. ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള ക്യാഷ് ഇൻക്രീസ് ആയി. ക്യാഷ് അസറ്റ് ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. റെന്റ് എന്താണ്, നമുക്ക് ഇൻകം ആണ്. നമ്മളുടെ വരുമാനം എന്താവാണ്, ബിസിനസ് വരുമാനം എന്താവാണ്, കൂടുന്നു. ഇൻകം കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജേർണൽ എൻട്രി എന്താ വരിക, എന്താ ജേർണൽ എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ നമ്മൾ കാണിക്കുക, 50,000 ആൻഡ് 50,000 എന്ത് കൊടുക്കുക, നരേഷൻ കൊടുക്കുക. എന്താ, റെന്റ് റിസീവ്ഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഫസ്റ്റത്തെ ഇല്ലസ്ട്രേഷൻ ക്ലിയർ ആണല്ലോ. റെന്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്, ക്യാഷ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, റെന്റ് കിട്ടി. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് ക്യാഷ് അസറ്റ് ആണ്, അസറ്റ് ഇൻക്രീസ് ആയി, അസറ്റ് ഇൻക്രീസ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. റെന്റ് എന്താണ്, ഇൻകം ആണ്, ഇൻകം ഇൻക്രീസ് ആയി, ഇൻകം ഇൻക്രീസ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, റെന്റ് റിസീവ്ഡ് ബൈ ചെക്ക്. രണ്ടാമത്തെ, റെന്റ് എന്ത് ചെയ്തു, ചെക്ക് മുഖാന്തരമാണ് കിട്ടിയത്. അപ്പൊ ചെക്ക് ആണെങ്കിൽ അത് എവിടെയാ പോവുക, അത് ഏത് അക്കൗണ്ടിലേക്കാ പോവുക, നമുക്കറിയാം അത് എവിടേക്കാ പോവുക, ചെക്ക് ആണോ, ഇറ്റ് വിൽ ഗോ ഫോർ ബാങ്ക്. ഓക്കെ, പിന്നെ ഏതാണ്, റെന്റ്. നമുക്ക് നോക്കാം, ഒന്ന് ഏതാണ്, റെന്റ് ആണ്. റെന്റ് എന്താണ്, ഇൻകം ആണ്. ഇൻകം എന്തായി, ഇൻക്രീസ് ആയി. ഇൻകം ഇൻക്രീസ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് എന്താണ്, നമുക്ക് ബാങ്കിൽ എന്താണ്, ക്യാഷ് കൂടിയല്ലേ, അതായത് അസറ്റ് എന്തായി, ഇൻക്രീസ് ആയി. അസറ്റ് ഇൻക്രീസ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എന്തായിരിക്കും നമ്മളുടെ ജേർണൽ എൻട്രി വരിക, എന്തായിരിക്കും ജേർണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ്. amount, debit amount 40,000, credit amount 40,000. journal entry, narration എന്താണ്, received rent through bank എന്ന് വേണമെങ്കിൽ കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഇനി ഇല്ലസ്ട്രേഷൻ നമ്പർ 3, rent due but not received. rent due but not received എന്താ അർത്ഥം, റെന്റ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. റെന്റ് ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. അപ്പം റെന്റ് ഡ്യൂ ആയിട്ടുണ്ട്, അതായത് നമ്മളുടെ ഏതാണ് സിറ്റുവേഷൻ, ഇൻകം എന്താ ചെയ്തിട്ടുണ്ട്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അല്ലെ. അതായത് എന്താണ്, അക്രൂഡ് ഇൻകം. ഏതാണ്, അക്രൂഡ് ഇൻകം ആണ്. റിസീവ് ചെയ്തിട്ടുണ്ടോ, റിസീവ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് അക്കൗണ്ട് ആണ് വരിക, ഏത് അക്കൗണ്ട് ആണ് ഇവിടെ വരുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, അക്രൂഡ് ഇൻകം ആണ് എടുക്കേണ്ടത്. ഏതാണ് എടുക്കേണ്ടത്, അക്രൂഡ് ഇൻകം. കാരണം അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണിത്, ഇതൊരു അസറ്റ് ആണ്. ഓക്കെ, അപ്പം അക്രൂഡ് ഇൻകം. അപ്പൊ അക്രൂഡ് ഇൻകം, ഇവിടുത്തെ ഇൻകം ഏതാ, റെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് കാണിക്കുക, അക്രൂഡ് റെന്റ് അക്കൗണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് കാണിക്കുക, അക്രൂഡ് റെന്റ് അക്കൗണ്ട്. ഇനി അതല്ല, വേറെ ഏതെങ്കിലും അക്രൂഡ് കമ്മീഷൻ ആകാം, അക്രൂഡ് ഇൻട്രസ്റ്റ് ആകാം, ഏത് വേണമെങ്കിലും. നമുക്ക് ഇൻകം ആണെങ്കിൽ ഓക്കെ. ഇവിടെ നമ്മൾ കാണിക്കുന്നു ഏത്, അക്രൂഡ് റെന്റ് അക്കൗണ്ട്. എന്താണ്, അസറ്റ് ആണ്, കിട്ടാനുള്ളതാണ്, കൂടുന്നു, എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ദെൻ റെന്റ് അക്കൗണ്ട്. അപ്പൊ റെന്റ് അക്കൗണ്ട് എന്താണ്, ഇൻകം ആണ്. ഇൻകം എന്താവാണ്, ഇൻക്രീസ് ആവാണ്. ഇൻകം ഇൻക്രീസ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എന്താ ജേർണൽ എൻട്രി വരിക, അക്രൂഡ് റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ് അക്കൗണ്ട്. എമൗണ്ട് എത്ര കാണിക്കും, 20,000. നരേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്താണ്, ഇൻകം ഏൺഡ് അല്ലെങ്കിൽ റെന്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്നോ, അല്ലെങ്കിൽ ഏതിനെ കാണിക്കാം, റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ക്ലിയർ.
Is it clear? Illustration number 3. Okay. Now illustration number 4. Coming to illustration number 4. Illustration number 4 നമ്മൾ നോക്കാം. എന്താ പറയുന്നത്? റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ഫ്രം അനിൽ. റെന്റ് ഡ്യൂ ആണ് ബട്ട് നോട്ട് റിസീവ്ഡ് ഫ്രം അനിൽ. ഇവിടെ നോക്കുക, നേരത്തെ സെയിം ട്രാൻസാക്ഷൻ തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ ഇതിന് മുമ്പേ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് ഇത്. നമ്മളുടെ ഈ അക്രൂഡ് ഇൻകത്തിന്റെ സമയത്ത് നെയിം മെൻഷൻ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്, അതേപോലെ നെയിം മെൻഷൻഡ് അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ ട്രാൻസാക്ഷനിൽ നെയിം എന്തല്ല, മെൻഷൻഡ് അല്ല, അല്ലെ? ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താണ്? നെയിം മെൻഷൻ, റെന്റ് ഡ്യൂ ആണ് ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. പക്ഷെ ആരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് നെയിം യൂസ് ചെയ്തു? അക്രൂഡ് റെന്റ് എന്നുള്ള പേരാണ് യൂസ് ചെയ്തത്. എന്നാൽ ഇവിടെ നോക്കുക, റെന്റ് ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് നോട്ട് റിസീവ്ഡ് ഫ്രം അനിൽ. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടാത്തത്? അനിലിന്റെ കയ്യിൽ നിന്നാണ് ക്യാഷ് എന്ത് ചെയ്യുന്നത്? റെന്റ് ഡ്യൂ ആയത് എന്ത് ചെയ്തത്? കിട്ടാത്തത്. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആരെ യൂസ് ചെയ്യാം? പേര് തന്നെ മെൻഷൻ ചെയ്യാം. അതായത് ആരാണ്? അനിൽ അക്കൗണ്ട്. അനിൽ അക്കൗണ്ട്. അനിൽ നമുക്ക് എന്ത് തരാനുണ്ട്? ക്യാഷ് തരാനുണ്ട്. അങ്ങനെ അനിൽ ക്യാഷ് തരാനുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അനിൽ നമ്മളുടെ ആരാണ്? അനിൽ ആരാണ്? നമ്മളുടെ ഒരു ഡെപ്റ്റർ ആണ്, അല്ലെ? ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാണ്? ഒരു അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഏത് അക്കൗണ്ട് ഉള്ളത്? റെന്റ് അക്കൗണ്ട്. റെന്റ് എന്താണ്? നമ്മളുടെ ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നമ്മുടെ ജേർണൽ എൻട്രി എന്താ വരിക? എന്താ ജേർണൽ എൻട്രി വരിക? അനിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ്. എമൗണ്ട് എത്രയാണ്? 20,000. 20,000. നരേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് റെന്റ് ഡ്യൂ ഫ്രം ആര്? അനിൽ. റെന്റ് ഡ്യൂ ഫ്രം അനിൽ. ഓക്കെ. നൗ റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റെന്റ് എന്ത് ചെയ്തു? അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തു. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായിട്ട് മാറും? ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇതൊരു ലയബിലിറ്റി ആണ്. ഇതെന്താണ്? നമുക്കൊരു ലയബിലിറ്റി ആണ്. കാരണം ഇതിന്റെ സർവീസിങ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ റെന്റ് റിസീവ് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം? ക്യാഷ് കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബാങ്ക് ആകും, ഏതോ ആയിക്കോട്ടെ, ക്യാഷ് ഓർ ബാങ്ക്, എനിവൺ, ഏതായാലും പ്രശ്നമില്ല കേട്ടോ. റിക്വയർമെന്റ് ഇതിന്റെ നമ്മുടെ ട്രാൻസാക്ഷനുമായി വന്നിട്ട് ഇപ്പൊ ഇവിടെ റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അസ്യൂം ചെയ്യാതെ എന്താണ്? ക്യാഷ് ആണെന്ന് മാത്രം വിചാരിക്കുക. കാരണം ബാങ്ക് ആണെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ട് പോലെ. ഓക്കെ, അപ്പം ക്യാഷ് ആണ്. ക്യാഷ് ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും സെയിം ട്രീറ്റ്മെന്റ്. കാരണം രണ്ടും എന്ത് തന്നെയാണ്? അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കാരണം കയ്യിലേക്ക് ക്യാഷ് കിട്ടില്ല, അതാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ റിസീവ്ഡ് അഡ്വാൻസ് എന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് എന്താണ്? അതൊരു ബാധ്യതയാണ്, അല്ലെ? അപ്പം നമ്മൾ എന്ത് കാണിക്കും? റിസീവ്ഡ് ഇൻ, അതായത് റെന്റ് റിസീവ്ഡ് അഡ്വാൻസ് അക്കൗണ്ട്. റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് നമുക്ക് എന്താണ്? ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഇൻകം, സോറി, ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എന്തായി? ഇൻക്രീസ് ആയി. ലയബിലിറ്റി ഇൻക്രീസ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മളുടെ എൻട്രി എന്തായിരിക്കും വരിക? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഏത് കേസാണോ ആ കേസ് അനുസരിച്ചിട്ട് ടു റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എമൗണ്ട് എത്രയാണ്? 70,000. 70,000. നരേഷൻ കൊടുക്കുക എന്താ? റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയുമാണ്. അതായത് ഈ ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഏതുമായി ബന്ധപ്പെട്ടത്? ഇൻകംസുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇതില് കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി വെക്കുക. ഇൻകം അതാത് മാസം നമുക്ക് നേരിട്ട് ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഡയറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതേസമയം ഇൻകം നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ റിസീവ് ചെയ്തതാണ് ഇത് അക്രൂഡ് ഇൻകം. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് നമുക്ക് എന്താണ്? സെറ്റ് ആണ് മനസ്സിലാക്കുക. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? അത് ലയബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് 3 കേസിലും ഈ 3 സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളാണ് ഇന്ന് ഇല്ലുസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 5 ഇല്ലുസ്ട്രേഷൻസ്. ഇൻകവുമായി ബന്ധപ്പെട്ട് വരാൻ വേണ്ടി പോകുന്ന, ബേസിക് ലെവലിൽ വരാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഈ കാണുന്നതേ വരുള്ളൂ. ഇതിൽ അപ്പുറത്തേക്കൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുമുള്ള ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? എഴുതാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെയുള്ള കൺസെപ്റ്റൽ വീഡിയോസുകൾ, കൺസെപ്റ്റൽ ക്ലാസ്സുകൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക, എംപോറിയോ അക്കാഡമി. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു പർച്ചേസ് റിട്ടേൺ, അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ,
പിന്നെ അതേപോലെ തന്നെ ഡിസ്കൗണ്ടുകൾ വിച്ച് മീൻസ് ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ബാങ്കുകൾ, ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇങ്ങനെ ഡിഫറെന്റ് ടോപ്പിക്സ്, ഒരു 20ഓളം ടോപ്പിക്സുകളായിട്ടാണ് ഈ ജേർണൽ എൻട്രീസിനെ ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും ടോപ്പിക്സുകൾ കവർ ആകുന്ന സമയത്തേക്കും കുറച്ച് ലെങ്തി ആണ്, സംഭവം ശരിയാണ്. പക്ഷെ ഇത് നിങ്ങൾ വൺസ് നിങ്ങൾ ഈ ഒരു ട്രാക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏതൊരു കാലത്തും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്തായിരിക്കും യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഇത് ഓർമ്മയിൽ, നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്സുകൾ വേണം റിഗാർഡിംഗ് എക്കണോമിക്സ് ഓർ ഡിഗ്രി ലെവലായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നിലവിൽ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രീമിലാണ്. ബിക്കോസ് ഈ ഒരു ലെങ്ത്, ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്ലസ് 1 അക്കൗണ്ട്സ് എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷമേ ഞാൻ അടുത്തേക്ക് കടക്കുള്ളൂ. ബട്ട് നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ക്ലാസ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ആ വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ ഓൾ വാച്ചിങ്. മൈസെൽഫ് അരുൺ കുമാർ.